ഹായ് എവരി വൺ. നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസുകാർക്ക് അത് ബോർഡ് എക്സാമാണ്, CBSEക്കാർക്ക് ബോർഡ് എക്സാം അല്ല എങ്കിലും ഈ എക്സാമുകളെല്ലാം കഴിഞ്ഞ് കുറേ ഗ്രാൻഡ് പ്ലാനുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമ്മൾ മനസ്സിൽ കാണേണ്ട, നമ്മളിനി മുൻപോട്ട് കാണേണ്ട 1-2 പോയിന്റുകൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് പോലെ അല്ല 11th എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 10 ഇവിടെയാണെങ്കിൽ 11th ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു നീറ്റ് JEE പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമും കൂടെ മുൻപിൽ കണ്ടുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി കുറച്ചുകൂടി ഇൻറ്റൻസ് ആണ്, ലെവൽ കുറച്ച് കൂടുതലാണ്, നമ്മുടെ പ്രിപ്പറേഷൻ ലെവലും നമ്മുടെ കോമ്പറ്റീഷനും ഒക്കെ കുറച്ചുകൂടെ ഹൈ ആണ്. നിങ്ങൾക്കിത് ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇനി 12th വരുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവാൻ പോവാണ്. കാരണം +2 നമുക്ക് ബോർഡ് എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് റെക്കോർഡ് റൈറ്റിംഗ് പോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ 12th ഈസ് ഗോയിങ് ടു ബി ബിറ്റ് മോർ ഇൻറ്റൻസ് ദാൻ 11th. അതാണ് ആദ്യത്തെ കാര്യം. അത് ഇൻറ്റൻസ് ആയി എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എസ്പെഷ്യലി നീറ്റ് JEE പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമും കൂടെ ക്രാക്ക് ചെയ്യണം ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മളിപ്പോൾ തുടങ്ങി എഫക്റ്റീവായി ടൈം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടും, നിങ്ങൾക്കറിയാം. ആ ടൈമിലും അതിന് ശേഷവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. 11th സ്റ്റാൻഡേർഡിന് നിങ്ങൾക്ക് Kings 11 ബാച്ച് ഉണ്ടായിരുന്ന പോലെ തന്നെ 12th നമുക്ക് സൂപ്പർ കിങ്സ് എന്നുള്ള ഒരു ബാച്ച് നിങ്ങൾക്ക് സ്പെഷ്യലി നീറ്റ് JEE എൻട്രൻസിനോടൊപ്പം തന്നെ ബോർഡ് എക്സാമും ക്രാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സൂപ്പർ കിങ്സ് ബാച്ച് നമ്മൾ റൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് നീറ്റ് JEEക്കും ഒരുമിച്ചായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് സൂപ്പർ കിങ്സ് ബാച്ചിലേക്കുള്ള കാര്യങ്ങളെല്ലാം വരിക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യും. എന്നാലും ബോർഡ് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമുകൾ കഴിയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ ചില ടോപ്പിക്കുകളൊക്കെ ബാക്ക്ലോഗുകൾ ഉണ്ടാവും. 12th സ്റ്റാൻഡേർഡ് ടോപ്പിക്കുകൾ പഠിക്കുന്നതിനിടയിൽ 11th സ്റ്റാൻഡേർഡ് ടോപ്പിക്കുകളും കൂടെ നമ്മൾ റിവൈസ് ചെയ്യുക എന്നൊരു ഭാരിച്ച ടാസ്ക് പിന്നീട് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റിവിഷൻ സമയത്ത് കാര്യങ്ങളെല്ലാം 11th സ്റ്റാൻഡേർഡിലെ ഐഡിയാസ് എല്ലാം അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എല്ലാം സ്മൂത്ത് ആവണമെങ്കിൽ നിങ്ങളുടെ ബാക്ക്ലോഗുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് പാരലലി കവർ ചെയ്ത് നോക്കണം. എക്സാമുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും കോൺസെപ്റ്റും ഒക്കെ കവർ ചെയ്യുന്നുണ്ടാവും. എന്നാലും എവിടെയെങ്കിലും കോൺസെപ്റ്റുകൾ ഷോർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിൻഡോയിൽ നിങ്ങൾ ആ ഒരു ബാക്ക്ലോഗ് കൂടെ കവർ ചെയ്യാൻ പരിശ്രമിക്കുക. അങ്ങനെ കവർ ചെയ്യുന്നതോടുകൂടെ തന്നെ നമുക്ക് 11th സ്റ്റാൻഡേർഡ് ടോപ്പിക്കുകളെല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിലായി. 12th സ്റ്റാൻഡേർഡ് ടോപ്പിക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൂപ്പർ കിങ്സ് ബാച്ചിൽ നമ്മുടെ 12th സ്റ്റാൻഡേർഡ് ടോപ്പിക്കുകൾ മുൻപോട്ട് പോകുന്നതോടൊപ്പം തന്നെ പീരിയോഡിക്കലായി നമ്മൾ 11th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റേഴ്സോട് റിവൈസ് കൊണ്ടായിരിക്കും മുൻപോട്ട് പോവുക. അപ്പോൾ 11th മറന്നു പോവുകയില്ല, 12th ആക്റ്റീവായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. 12th എന്ന് പറയുന്നത് 11th ടഫൊന്നുമല്ല, സ്റ്റഡി ലെവൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ഇനിയുള്ള ഒരു അധ്യയന വർഷം മുൻപോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. സൂപ്പർ കിങ്സ് ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യട്ടെ, നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ വിൻഡോയിൽ നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് ടോപ്പിക്കുകളുടെ ബാക്ക്ലോഗുകൾ എന്തെങ്കിലും കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. ടിൽ ദെൻ, ബൈ.